ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇപ്പൊ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് പ്രശ്നാക്കുന്ന ഒരു സംഭവം. മൂല്യമാര് തന്നെ അതിന്റെ ബാക്ക് കൂടുക. എന്താ, ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുമോ, കാലിന് ഒപ്പിച്ച് ചെരുപ്പ് മുറിക്കുന്നതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന സമ്പ്രദായം ചില മൂല്യന്മാർക്കും ഉണ്ട്. എന്താ വിഷയം? അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസവ്വജഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്കാഹ് ചെയ്തു. വഹിയ ബിന്ദു സബ്അ സിനീൻ, 7 വയസ്സായി തന്നെ 6 വയസ്സ് പൂർത്തിയായി 7-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നിക്കാഹ് ചെയ്യുന്നത്. ശൈശവ വിവാഹോ എന്ന് പറഞ്ഞ് ചിമ്പിളി ഉണ്ടാക്കുക ഓരോരുത്തർ. എടോ, ഈ നിയമങ്ങളൊക്കെ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ബാലില്ലാത്ത ചില മനഃശാസ്ത്ര വിദഗ്ധർ ഇപ്പൊ ഇതുണ്ടാക്കിയല്ലേ. ഒരു കാര്യം ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തിന്റെ മാനസികാവസ്ഥയിൽ നിരുപാധികം അല്ലെങ്കിൽ നിരാക്ഷേപം നടന്നു വരുന്നുണ്ടെങ്കിൽ സാമൂഹിക അനീതി എന്നതിന് പറയാൻ പറ്റൂല. നിക്കാഹ് ചെയ്തിട്ടുള്ളൂ 7-ാമത്തെ വയസ്സിൽ, 6 വയസ്സ് കഴിഞ്ഞ്, അതാണ് 6 വയസ്സ്. ഇബ്നത്തു സിത്തിന്നുണ്ട് ചിലയിടത്ത്. ഇബ്നത്തു സിത്ത് തന്നെ 6 പൂർത്തിയായി 7 കിടക്കുമ്പോഴേ ഇബ്നത്തു സിത്ത് എന്ന് പറയുള്ളൂ. ഇവിടെ അത് തുറന്ന് തന്നെ ബിന്ദു സബേസിനി എന്ന് പറഞ്ഞു മാത്രം. 7-ാം വയസ്സിന്റെ തുടക്കം. വസുഫത്ത് ഇലൈഹി, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വീട് കൂടപ്പെട്ടു, പുതുക്കം കഴിച്ചു എന്ന് നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞ. വഹിയ ബിന്ദു തിസ്ഇ, 10 വയസ്സ് കഴിഞ്ഞണ്. ഇബ്നത്ത് ബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ ബിന്ദു സബേസിനീൻ. അപ്പോ 9 വയസ്സിൽ പെൺകുട്ടികൾക്ക് ബുലൂഗാവൂലേ? പ്രത്യേകിച്ച് അറബി രാജ്യം എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയല്ലേ. ഉഷ്ണമേഖലയിൽ ശരീര വളർച്ച വേഗത്തിലെത്തുകയും കുട്ടികൾക്ക് മെൻസസ് വന്ന് അവര് ശാരീരികമായി പ്രായപൂർത്തി എത്തുകയും ചെയ്യും. വെള്ളക്കാര് കൊടും തണുപ്പുള്ള യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളവര് അവിടെ ശരീരത്തിന് വളർച്ച എത്താനും മെൻസസ് ആകാനും കുറച്ച് സമയം അധികം എടുക്കും. ആ കണക്ക് വെച്ചിട്ട് ഉഷ്ണമേഖലയാവുന്ന അറബി രാജ്യത്തെ കണക്ക് കൂട്ടിയിട്ട് പറ്റും. ഒരു പെൺകുട്ടിയെ വീട് കൂടണമെങ്കിൽ പ്രായപൂർത്തി എത്തൽ ആണ് വേണ്ടത്. അവിടെ 9 വയസ്സായ പ്രായപൂർത്തി എത്തുക തന്നെ എല്ലാ ഫിഖിന്റെ കിതാബിലും ഉണ്ടല്ലോ. ഞാൻ അത് അങ്ങോട്ട് ഒപ്പിച്ച് ഇങ്ങോട്ട് ഒപ്പിച്ച് അവിടെ ആക്കി ഇങ്ങോട്ട് ആക്കി എന്നൊക്കെ പറയുന്ന പിന്നത്തെ പറയുന്ന ഒക്കൂല. വീട് കൂടുന്ന സമയത്ത് കളിപ്പാവുകൾ ഉണ്ടായിരുന്നു കൂടെ. 9 വയസ്സ് കഴിഞ്ഞിട്ട് 9 വയസ്സായിട്ടല്ലേ ഉള്ളൂ കുട്ടിക്ക്, അല്ലെങ്കിൽ 9 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. സ്വാഭാവികമായും കളിപ്രായം വിട്ടിട്ടില്ല, എന്നാൽ ശാരീരികമായിട്ട് പ്രായപൂർത്തി എത്തുകയും ചെയ്തത്. ഇനി അതല്ല, അത് എങ്ങനെ അവർ വെട്ടുക? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയിൽ നിന്നിട്ടും വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അവര് തങ്ങൾ വഫാത്താവുന്ന സമയത്ത് അവർക്ക് എത്രയാണ്? വയ്യ ബിന്ദു സമാനിയശ്ര, 18 വയസ്സായിട്ടുള്ളൂ. 9 കൊല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഒന്നിച്ച് ജീവിച്ചത്. 9-ാമത്തെ വയസ്സിൽ വീട് കൂടി, പിന്നെ 9 വയസ്സ് ജീവിച്ചു. 18-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇനി പഴയ കാലത്തുള്ള ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഏകദേശം ലോകത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ തന്നെ 16 വയസ്സ് വിവാഹപ്രായമായ എത്ര നാടുകളുണ്ട്? 14 വയസ്സ് വിവാഹപ്രായം നിശ്ചയിച്ച നാടുകൾ എത്രയുണ്ട്? നമ്മളെ ഇന്ത്യയിൽ ഏതോ ചില ആളുകൾ 18 നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ട് ലോകത്തെല്ലാവരും ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽക്ക് 18 വയസ്സ് മുതൽക്കേ കെട്ടിച്ചാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ശൈശവ വിവാഹമാണ്, അത് പോക്സോ ആണ് എന്നൊക്കെ പറയുന്നത് എന്ത് വിവരക്കേടാണ്? വ്യക്തിപരമായ വിരോധം എന്നല്ല, എന്നിട്ട് അതിനനുസരിച്ച് പ്രമാണങ്ങളെ അങ്ങോട്ട് ഒപ്പിക്കുക. റവാഹു മുസ്ലിമുൻ.